കോഴിക്കോട് ബാലുശ്ശേരിയിൽ മകൻ അച്ഛനെ കുത്തിക്കൊന്നു. പാനായി സ്വദേശി അശോകനാണ് കൊല്ലപ്പെട്ടത്. മൂത്ത മകൻ സുധീഷ് പോലീസ് പിടിയിൽ. വിവരങ്ങളുമായി ചേതൻ ചേരുകയാണ്. ചേതൻ, ദാരുണമായ സംഭവമാണ്. എന്താണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന കാര്യം? പോലീസ് പറയുന്നത് എന്താണ്? ഇന്ന് രാവിലെയോടെയാണ് ഈ കൊലപാതകം സംഭവിക്കുന്നത്. ബാലുശ്ശേരി പാനായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പനായിൽ വെച്ചാണ് ഈ കൊലപാതകം സംഭവിക്കുന്നത്. 71 വയസ്സുള്ള അച്ഛൻ അശോകനാണ് കൊല്ലപ്പെട്ടത്. മൂത്ത മകൻ സുധീഷ് കത്തി ഉപയോഗിച്ച് അച്ഛനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ മകൻ സുധീഷിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ സുധീഷും വീട്ടുകാരും അയൽ വീട്ടുകാരുമായി അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല. മിക്ക ദിവസങ്ങളിലും ഈ സുധീഷിന്റെ വീട്ടിൽ ബഹളങ്ങൾ കേൾക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. പതിവുപോലെ ഇതും ഒരു ബഹളത്തിന്റെ ഭാഗമാകാം എന്നാണ് നാട്ടുകാർ ആദ്യം പ്രതീക്ഷിച്ചത്. എന്നാൽ പിന്നീടാണ് വൈകിട്ടോടെ ഈ സുധീഷിന്റെ വീട്ടിൽ ആരും ബഹളം മറ്റും കേൾക്കാത്തതിനെ തുടർന്ന് ചെന്ന് നോക്കിയപ്പോഴാണ് ഈ അശോകൻ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ രാവിലെയാണ് ഈ കൊലപാതകം നടന്നെന്നാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത്. മറ്റാരും ഈ വീട്ടിലില്ലായിരുന്നോ? അപ്പോൾ മറ്റാരുമില്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു ദാരുണ സംഭവം കൂടി ഈ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് 2014 ഈ അശോകന്റെ ഭാര്യയെ ഇളയ മകൻ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം ഇളയ മകൻ ആത്മഹത്യ ചെയ്തിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ദാരുണ സംഭവമാണ് ഈ കുടുംബത്തിൽ സംഭവിക്കുന്നത്. ഈ കൊലപാതകം അമ്മയെ ഇളയ മകൻ കുത്തിക്കൊലപ്പെടുത്തി, അച്ഛനെ മൂത്ത മകൻ കുത്തിക്കൊലപ്പെടുത്തി അല്ലേ? അതെ, 2014 ആദ്യ കൊലപാതകം സംഭവിച്ചത്. ഈ അമ്മയെ ഇളയ മകൻ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കൊലപാതകത്തിന് ശേഷം ഈ ഇളയ മകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ ഇളയ മകൻ ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ കൊലപാതകം നടത്തി എന്നുള്ള വാർത്തകളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം മൂത്ത മകൻ വീട് വിട്ടു പോവുകയായിരുന്നു. സാധാരണ ഈ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കാരണം ഈ സുധീഷ് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷെ നാട്ടുകാർ പറഞ്ഞിരുന്നു, അതായത് ബാലുശ്ശേരി ടൗൺ പരിസരം വിട്ട് മറ്റെവിടെയെങ്കിലും പോകില്ല. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഈ ബാലുശ്ശേരിയിലെത്തി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഈ സുധീഷ് പോലീസ് പിടിയിലാവുന്നത്. ഏതായാലും ഇപ്പോൾ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇനി ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കിടക്കേണ്ടതുണ്ട്. മനു, ശരി, ഏതായാലും ദാരുണമായ സംഭവമാണ്. അച്ഛനെ മൂത്ത മകൻ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ആ കുടുംബത്തിൽ തന്നെ മറ്റൊരു ദുരന്തം 10 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചിരുന്നു. അതായത് അമ്മയെ ഇളയ മകൻ കുത്തിക്കൊലപ്പെടുത്തുകയും ആ ഇളയ മകൻ അന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ മൂത്ത മകൻ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അയാൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ് ഈ മൂത്ത മകൻ സുധീഷ് എന്നാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ അച്ഛനും മകനും മാത്രമായിരുന്നു ആ കുടുംബത്തിൽ വീട്ടിലുണ്ടായിരുന്നത്. അവർ മറ്റുള്ള ആളുകളുമായി അത്ര അടുപ്പത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടപ്പോൾ ഇത് ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നുമില്ല. പക്ഷേ പിന്നീടാണ് വൈകുന്നേരമായിട്ടും ആരും പുറത്തേക്ക് വരാത്തൊരു സാഹചര്യത്തിൽ നാട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് ഈ ദുരന്തം പുറത്തേക്ക് അറിയുന്നത്. ഏതായാലും ഇപ്പോൾ മകനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഒരു കുടുംബത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങൾ ആണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വിവരങ്ങളാണ് ചേതൻ നൽകിയത്.